Hello everyone, welcome to my classes. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ 3 ഡിജിറ്റൽ ഇനിഷ്യേറ്റീവ്സിനെ പറ്റിയാണ്. ഇ വിദ്വാൻ, ഇ യന്ത്ര ആൻഡ് ഇ കൽപ്പ. സോ എന്താണ് ഇത് ഓരോന്നും എന്നും നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഇ വിദ്വാൻ. ഇന്ത്യയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ലീഡിംഗ് ആയിട്ടുള്ള അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതുപോലെ തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻസ് എന്നിവിടങ്ങളിൽ വർക്ക് ചെയ്യുന്ന റിസർച്ചേഴ്സ്, സയന്റിസ്റ്റ് അതുപോലെ തന്നെ ഫാക്കൽറ്റി മെമ്പേഴ്സ് എന്നിവരുടെ ഡീറ്റെയിൽസും അതുപോലെ പ്രൊഫൈൽസ് എന്നിവയൊക്കെ അടങ്ങുന്ന ഒരു പ്രീമിയർ ഡാറ്റാബേസ് ആണ് ഇ വിദ്വാൻ എന്ന് പറയുന്നത്. സോ ഇ വിദ്വാനിൽ ഇറ്റ് പ്രൊവൈഡ്സ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ അബൌട്ട് എക്സ്പേർട്സ് ബാക്ക്ഗ്രൗണ്ട്, കോൺടാക്ട് അഡ്രസ്, എക്സ്പീരിയൻസ്, സ്കോളർലി പബ്ലിക്കേഷൻസ്, സ്കിൽസ് ആൻഡ് അക്കംപ്ലിഷ്മെന്റ്സ്, റിസർച്ചേഴ്സ് ഐഡന്റിറ്റി എക്സെട്ര. ഈ ഒരു ഡാറ്റാബേസ് എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതും അതുപോലെ ഇപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഇൻഫർമേഷൻ ആൻഡ് ലൈബ്രറി നെറ്റ്വർക്ക് സെന്റർ ആണ്, അതായത് ഇൻഫ്ലിനെറ്റ് സെന്റർ ആണ്. അതുപോലെ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT, അതായത് NME ICT ആണ്. അപ്പൊ ആർക്കൊക്കെ ഈ ഒരു ഇ വിദ്വാൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യാൻ അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ അവാർഡീസ് ആണ്, അതായത് നാഷണൽ ഓർ ഇന്റർനാഷണൽ അവാർഡീസ്. അതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്, അതായത് എക്സ്പേർട്സ് ഹാവിംഗ് എ PG or doctorate degree in their respective subject with 15 years of professional experience. അതുപോലെ പ്രൊഫസേഴ്സ്, associate professor or professor, senior scientist or equivalent positions in teaching and research. അപ്പോൾ തുടങ്ങിയ ആളുകൾക്കാണ് ഈ ഒരു ഇ വിദ്വാൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുക. ഇനി ഈ ഇ വിദ്വാൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഗവൺമെന്റിന് എങ്ങനെയാണ് യൂസ്ഫുൾ ആവുന്നത് ചോദിച്ചാൽ, ഗവൺമെന്റിന്റെ ഇപ്പോൾ മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ പർപ്പസസിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്താ പറയുക കമ്മിറ്റീസും അതുപോലെ ടാസ്ക് ഫോഴ്സ് എന്നിവയൊക്കെ രൂപീകരിക്കും അല്ലെ. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള പാനൽ ഓഫ് എക്സ്പേർട്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വിദ്വാൻ എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം ഗവൺമെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് ഈ വിദ്വാൻ എന്ന് പറയുന്നത്. വിദ്വാൻ എന്നുള്ള വേർഡിന്റെ മീനിങ് എക്സ്പേർട്സ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ വിദ്വാൻ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇ യന്ത്ര. ഇ യന്ത്ര എന്ന് പറയുന്നത് ഇതൊരു റോബോട്ടിക് ഔട്ട്റീച്ച് പ്രോഗ്രാം ആണ്. റോബോട്ടിക്സ് ഔട്ട്റീച്ച് പ്രോഗ്രാം ഫണ്ടഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഹോസ്റ്റഡ് അറ്റ് IIT ബോംബെ. ഇത് ഫണ്ട് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ്. അതുപോലെ ഈ ഒരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്നത് IIT ബോംബെ ആണ്. ഈ ഒരു പ്രോഗ്രാം ഇ യന്ത്ര എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഇ യന്ത്ര റോബോട്ടിക്സ് കോമ്പറ്റീഷൻ അതുപോലെ ഇ യന്ത്ര ഇന്നോവേഷൻ ചാലഞ്ച് ഇതൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. അപ്പൊ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഒരുപാട് IITസും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജസിലൊക്കെ ആയിട്ട് ഒരുപാട് സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അവരുടെ ടാലൻസ് അതുപോലെ അവരുടെ സ്കില്ല് എന്നിവയൊക്കെ അവർക്ക് ഷോക്കേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം, അതാണ് ഇ യന്ത്ര എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യം ഫേസ് ചെയ്യുന്ന പല പല പ്രോബ്ലംസ്, അതായത് ഇപ്പോൾ ഡിഫറെന്റ് ഡൊമൈൻസ് ആയ അഗ്രികൾച്ചർ, ഡിസാസ്റ്റർ റെസ്പോൺസ്, മാനുഫാക്ചറിങ്, ഡിഫൻസ്, ഹോം ഓട്ടോമേഷൻ, സ്മാർട്ട് സിറ്റി മെയിൻ്റനൻസ്, സർവീസ് ഇൻഡസ്ട്രീസ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള വെറൈറ്റി ഓഫ് ഡൊമൈൻസിൽ രാജ്യത്ത് എന്താ പറയുക രാജ്യം ഫേസ് ചെയ്യുന്ന പലതരം പ്രോബ്ലംസ് അത് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെ ഈ യങ് എഞ്ചിനീയേഴ്സിന്റെ ടാലൻസ് യൂസ് ചെയ്യാം, ആ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഇ യന്ത്ര എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം എന്ത് ചെയ്തിട്ടുള്ളത്, ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇ യന്ത്ര എന്ന് പറയുന്നത് ഒരു റോബോട്ടിക്സ് ഔട്ട്റീച്ച് പ്രോഗ്രാം ആണ്, ഫണ്ടഡ് ബൈ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഹോസ്റ്റഡ് അറ്റ് IIT ബോംബെ. അപ്പൊ ഇതാണ് ഇ യന്ത്ര എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഇ കൽപ്പ. ഇതിൽ കൽപ്പ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് വരുന്നത് ഡിസൈനിങ് എന്നാണ്. അതായത് ഡിസൈൻ എന്ന് പറയുന്ന ഒരു സബ്ജക്ട്, ആ സബ്ജക്റ്റിൽ പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടും ഡിസൈനിങ്ങിനെ പറ്റി പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടും ഒരു ഡിജിറ്റൽ ലേണിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി വന്നിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇ കൽപ്പ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൽപ്പ എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ളത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ നാഷണൽ മിഷൻ ഇൻ എഡ്യൂക്കേഷൻ ത്രൂ ICT, അതായത് NME ICT ആണ്. ഈ ഒരു പ്രൊജക്ടിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഡിസൈനിങ്ങിന് ആവശ്യമായിട്ടുള്ള ഡിജിറ്റൽ ഓൺലൈൻ കണ്ടന്റ്സ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ ഡിസൈനിങ്ങിന് ആവശ്യമായിട്ടുള്ള സോഷ്യൽ നെറ്റ്വർക്കിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ ഹയർ ലേണിംഗ് ആൻഡ് ക്രിയേറ്റിംഗ് എ ഡിജിറ്റൽ റിസോഴ്സ് ഡാറ്റാബേസ് ഓൺ ഡിസൈൻ. ഇതൊക്കെയാണ് ഈ കൽപ്പ എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം കൊണ്ടുവന്നതിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2015 ഡിസംബറിൽ ദ കണ്ടന്റ് ഓഫ് ഇ കൽപ്പ വെബ്സൈറ്റ് നെയിം DSource includes 160 courses on design learning in different domains. അപ്പോൾ 2015 ഡിസംബറിൽ ഈ ഒരു ഇ കൽപ്പ എന്ന വെബ്സൈറ്റ് DSource എന്ന് നെയിം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഇ കൽപ്പ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ 3 ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്, ഇ വിദ്വാൻ, ഇ കൽപ്പ ആൻഡ് ഇ യന്ത്ര. സോ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ലേണേഴ്സ്.